ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം നടത്തി. ചാരുമൂട് പേരൂർ കാരാൺമ 270 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. മഹാഗുരുവിന്റെ 170ാമത് തിരുജയന്തി ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. കേരളത്തിൽ വയനാട് നടന്ന പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ SNDP യോഗത്തിന്റെയും യൂണിയന്റെയും തീരുമാനപ്രകാരം ആഘോഷം പരിമിതപ്പെടുത്തിക്കൊണ്ട് ശാഖായോഗങ്ങളിൽ ഗുരുജയന്തി ആഘോഷം ഭക്തിയാദരപൂർവ്വം പൂജാതി കർമ്മങ്ങളുടെയും പ്രാർത്ഥനയോടെയും അതുപോലെ തന്നെ അന്നദാനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളോടുകൂടി മിതപ്പെടുത്തിക്കൊണ്ട് ആഘോഷ പരിപാടികൾ നടത്തുവാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി വിവിധ പൂജകളും പ്രാർത്ഥനകളും വിളക്ക് പൂജ ഉൾപ്പെടെയുള്ള പൂജകളും പ്രാർത്ഥനകളുമൊക്കെയായി ഉച്ചയ്ക്ക് അന്നദാനം ഉൾപ്പെടെ നടത്തി ഗുരുദേവ ജയന്തി ഞങ്ങൾ ആഘോഷിച്ചു. ചാരുമൂട് പേരൂർ കാരാൺമ 270 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു സുപ്രഭാതം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പതാകയുയർത്തൽ, ചതയദിന വ്രത ചടങ്ങുകൾ, സർവൈശ്വര്യ പൂജകൾ, ഗുരുജ്യോതി, ആരതി, പറയിടിയിൽ, വിളക്കുപൂജ തുടങ്ങിയവ നടന്നു. അന്നദാനവും ഇതോടനുബന്ധിച്ച് നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. പീയൂഷ്, സെക്രട്ടറി രാജേഷ് ബാബു, വൈസ് പ്രസിഡന്റ് V. പ്രഭാകരൻ, ചാരുമൂട് യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുറം, കൺവീനർ B. സത്യബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുദേവന്റെ 170ാമത് ജന്മദിനം ഇന്ന് വളരെ ഭക്തി നിർഭരമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചാരുമൂട് യൂണിയൻ്റെ 38 ശാഖായോഗങ്ങൾ അത് ഭക്തി നിർഭരമായി കൊണ്ടാടുകയാണ്. ചടങ്ങുകൾ, പൂജാതി കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് പ്രളയമെന്ന രാജ്യത്തെ നടുക്കിയ വലിയ സംഭവത്തിൽ അതിന് തണലുമായി നിന്നുകൊണ്ട് SNDP യോഗവും ശാഖയും യൂണിയനുമെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ ലളിതമായി പൂജാതി കർമ്മങ്ങൾ കൊണ്ട് പൂർണ്ണതയിലെത്തിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥനാനിർഭരമായ ഈ ചടങ്ങിൽ എല്ലാ ശ്രീനാരായണീയരും ഒത്തൊരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈ പരിപാടികൾ വിജയിപ്പിക്കുക എന്നാണ്. കൺവീനർ B. സത്യബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.